ഗുരുവായൂർ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിക്ക് പീഡനം. നടുക്കുന്നതും ബ്രേക്കിംഗുമായ വിവരങ്ങളാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. ഗുരുവായൂരിൽ 64 വയസ്സുള്ള കീഴ്ശാന്തി കിഴിയേടം രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ CPIയുടെ പ്രതിനിധിയായ ദേവസ്വം മെമ്പർ KP വിശ്വനാഥന്റെ ഭാര്യ ദർശനത്തിനായി എത്തിയപ്പോൾ ശ്രീകോവിലിൽ അടഞ്ഞുകിടന്നു എന്നതാണ് പ്രതികാര നടപടിക്ക് കാരണമെന്ന് പറയുന്നു. CPIയുടെ പ്രതിനിധിയായ ദേവസ്വം മെമ്പർ KP വിശ്വനാഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ചർച്ചയാകേണ്ട വിഷയമാണ് വന്നിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഗുരുവായൂരിൽ കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് പുലർച്ചെ 3:30 നിർമാല്യ ദർശനത്തിന് CPIയുടെ പ്രതിനിധിയായ ദേവസ്വം മെമ്പർ KP വിശ്വനാഥനും ഭാര്യയും എത്തിയത്. വിശ്വനാഥൻ ഭഗവാനെ ദർശിച്ച് മുന്നോട്ട് നീങ്ങി തൊട്ടുപുറകെ വന്ന ഭാര്യയ്ക്ക് ദർശനം കിട്ടിയില്ല. അപ്പോഴേക്കും കിരീടം വെച്ച് മലർനിവേദ്യത്തിന് നട അടച്ചതാണ് വിശ്വനാഥനെ പ്രകോപിപ്പിച്ചത്. കൃത്യമായ മുഹൂർത്തവും സമയവും നോക്കി കീഴ്ശാന്തി തന്റെ കടമയും ജോലിയും നിർവഹിക്കുകയായിരുന്നു. കീഴ്ശാന്തിക്ക് അറിയില്ലായിരുന്നു ദേവസ്വം മെമ്പർ വിശ്വനാഥന്റെ ഭാര്യയെ. പിന്നിൽ നിൽക്കുന്ന ആൾ ഇത്ര വലിയ VIP എന്നും കീഴ്ശാന്തി ധരിച്ചില്ലെന്നും പറയുന്നു. എന്തായാലും ഭാര്യയ്ക്ക് ദർശനം കിട്ടാതെ വന്നതോടെ സംഭവം വിശ്വനാഥൻ ഭരണസമിതിയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രാമൻ നമ്പൂതിരിയെ ഭരണസമിതി യോഗത്തിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും കീഴ്ശാന്തി തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ഭരണസമിതിയെ പരിഹസിക്കുകയും ചെയ്തു എന്ന് വിലയിരുത്തിയതാണ് സസ്പെൻഡ് ചെയ്തത്. എന്തായാലും രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുന്ന ലാഘവത്തോടെ ഗുരുവായൂരിൽ പ്രവർത്തിക്കരുത് എന്നാണ് ഉയർന്ന വിമർശനങ്ങൾ. ഗുരുവായൂരിൽ കർശന ചിട്ടകളുണ്ട് എന്ന് ഏതൊരു ഭക്തനും നന്നായി അറിയാം. ഭക്തജന കോടികൾ പരമപവിത്രമായി കാണുന്ന കണ്ണന്റെ ആചാരാനുഷ്ഠാനം കേവലം ഒരു മെമ്പർക്കു വേണ്ടി വൈകിപ്പിക്കണമായിരുന്നു എന്ന മനോഭാവവും അതിന്റെ പേരിൽ പാവം ഒരു കീഴ്ശാന്തിയെ 98 ദിവസമായി പട്ടിണിക്ക് പാഠം പഠിപ്പിക്കുന്നതും ശരിയാണോ? ഭക്തജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. സാക്ഷാൽ ദേവേന്ദ്രൻ ഇറങ്ങി വന്നാലും ഗുരുവായൂരപ്പന്റെ നിഷ്ഠകൾക്ക് മാറ്റമുണ്ടാകില്ല. അപ്പോൾ പിന്നെ കേവലം ഒരു ദേവസ്വം മെമ്പർക്ക് വേണ്ടി കണ്ണന്റെ നിഷ്ഠ മാറ്റണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാരും സന്യാസ ശ്രേഷ്ഠന്മാരും മറ്റ് നിരവധി പ്രമുഖരുമൊക്കെ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി കൺകുളിർക്കെ കണ്ട് ദർശനം നടത്തി മനസാഫല്യം അണയുന്നു. അവർക്കു വേണ്ടിയൊന്നും ഇക്കാലം അത്രയും ഗുരുവായൂർ കണ്ണന്റെ ചടങ്ങുകളും നിഷ്ഠകളും വൈകിപ്പിച്ചിട്ടില്ല. ഇന്നേ വരെ ഗുരുവായൂരിലെത്തുന്ന ഭക്തരോ ഭരണസമിതിയിൽപ്പെട്ടവരോ കണ്ണന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടുകയോ പരാതിപ്പെടുകയോ ചെയ്തിട്ടുമില്ല. ദിവസവും ഗുരുവായൂരിലെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഭഗവാനെ ഒരു സെക്കൻഡ് നിമിഷം പോലും പലപ്പോഴും കാണാൻ ഇടകിട്ടാതെ ഭഗവത് സ്വരൂപത്തെ ഒരു മിന്നൽ പിണൽ പോലെ മാത്രം കണ്ട് മനസംതൃപ്തി അണഞ്ഞ് മടങ്ങുന്നു. ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായി പലപ്പോഴും മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടാവും അവർക്ക് കണ്ണനെ ഒരു നോക്ക് കാണുവാൻ അവസരം ലഭിക്കുന്നത്. എന്നാൽ കീഴ്ശാന്തിക്കെതിരെയുള്ള നടപടിയിൽ ബോർഡിലെ മെമ്പർമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായും തന്ത്രിയും ചെയർമാനും മാത്രം ചേർന്നെടുത്ത തീരുമാനമാണെന്നുമാണ് വിവരം. നോട്ടീസ് നൽകാതെ കീഴ്ശാന്തിയെ ദീർഘകാലം പുറത്തു നിർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ബോർഡിൽ ഉണ്ടെന്നാണ് സൂചനകൾ വരുന്നത്. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് തന്ത്രിക്ക് നന്നായി അറിയാമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിർമാല്യം, തൈലാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം എന്നീ ചടങ്ങുകൾ കഴിഞ്ഞ് കണ്ണന് കിരീടം വെച്ചാൽ ഉടൻ മലർ, വെണ്ണ നിവേദ്യത്തിനായി നടയടയ്ക്കണം എന്നത് ചടങ്ങിന്റെ ഭാഗമാണ്. കുളി കഴിഞ്ഞ് വിശന്നിരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ വിശപ്പ് മാറ്റാൻ ഉടൻ മലർ നിവേദിക്കുന്നു എന്നതാണ് നിഷ്ഠ. ഇത് കഴിഞ്ഞ് അലങ്കാരം പോലും പാടുള്ളൂ. ഈ സമയത്ത് 6-7 ശാന്തിക്കാർ ശ്രീലകത്തുണ്ടാവും. അതിൽ വാതിലിനടുത്ത് നിൽക്കുന്നയാൾ വാതിൽ അടയ്ക്കും. ഈ ചടങ്ങുകളെക്കുറിച്ച് നന്നായി ബോധ്യമുള്ള ആളാണ് തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്. ഈ ചടങ്ങിന്റെ സമയത്താണ് ഭരണസമിതി അംഗം KP വിശ്വനാഥനും ഭാര്യയും മറ്റു ചിലരും നാലമ്പലത്തിനുള്ളിൽ ദർശനത്തിനുണ്ടായിരുന്നത്. തന്ത്രിയും കീഴ്ശാന്തിയും തമ്മിലുള്ള അസ്വാരസ്യമാണ് രാമൻ നമ്പൂതിരിക്കെതിരെ നടപടിക്ക് പിന്നിലെന്നും ആരോപണം ഉയരുന്നുണ്ട്. അനിയന്ത്രിതമായി കീഴ്ശാന്തിയുടെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ ബോർഡിൽ ഭിന്നാഭിപ്രായമുള്ളതായാണ് സൂചന. ബോർഡിൽ ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ ഉത്സവം കഴിയട്ടെ എന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് വിവരം. ഏതായാലും ക്ഷേത്ര ജീവനക്കാർക്കിടയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കീഴ്ശാന്തിക്കാർക്ക് ജോലി ചെയ്യുന്ന ദിവസം മാത്രമേ പ്രതിഫലമുള്ളൂ. 55 വർഷമായി ക്ഷേത്രത്തിൽ കീഴ്ശാന്തി വേല ചെയ്യുന്ന രാമൻ നമ്പൂതിരിക്ക് 98 ദിവസമായി വരുമാനമില്ല. നേദ്യച്ചോറും ലഭിച്ചില്ല. കീഴ്ശാന്തിമാർക്ക് ലഭിക്കുന്ന പ്രത്യേക ദർശന സൗകര്യവും വിലക്കിയിരിക്കുകയാണ്. എല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ എന്നാണ് ഇതിനെക്കുറിച്ച് രാമൻ നമ്പൂതിരിയുടെ പ്രതികരണം. തന്ത്രിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.
CPM പ്രതിനിധിയായ ചെയർമാൻ VK വിജയനും CPI പ്രതിനിധിയായി KV വിശ്വനാഥനും, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ മനോജ് B നായരും, കേരള കോൺഗ്രസ് ഗണേഷ് വിഭാഗത്തിലെ ബാലഗോപാലും, ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധി മനോജും ഉൾപ്പെടെ സർക്കാർ നോമിനേറ്റ് ചെയ്ത 5 പേരും, തന്ത്രി കുടുംബത്തിൽ നിന്ന് ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും, ഊരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ഉൾപ്പെടെ 7 പേരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.